വെൽക്കം ടു ഇറ മാത്സ് ക്ലാസ്. എല്ലാവർക്കും ഇറ മാത്സ് ക്ലാസ്സിലോട്ട് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മൾട്ടിപ്ലിക്കേഷൻ ആൻഡ് ഡിവിഷൻ എന്നുള്ള ചാപ്റ്ററിലെ ഏറ്റവും ലാസ്റ്റ് ടോപ്പിക്കായ വേർഡ് പ്രോബ്ലംസ് ആണ്. അപ്പോൾ അതോടെ ഈ ചാപ്റ്റർ കംപ്ലീറ്റ് ആയി കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ മൾട്ടിപ്ലൈ ചെയ്യാനും ഡിവിഷൻ ചെയ്യാനും ഒക്കെ പഠിക്കണമെന്ന് വിചാരിക്കുന്നു. ബാക്കി നമുക്ക് നോക്കാം. വേർഡ് പ്രോബ്ലംസ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, 210 passengers can travel in an aircraft. How many passengers would have traveled in 4 flight of aircraft in 7 days? Why അല്ല 7 days. അപ്പോൾ ഒരു എയർക്രാഫ്റ്റ് വിമാനത്തിൽ 210 പാസഞ്ചേഴ്സ്, അതായത് 210 ആൾക്കാർക്ക് എന്ത് ചെയ്യാൻ പറ്റും? ട്രാവൽ ചെയ്യാൻ പറ്റും. How many passengers would have traveled in 4 flight of aircraft in 7 days? 7 ദിവസം ഈ 4 ഫ്ലൈറ്റിലുമായി എത്ര പാസഞ്ചേഴ്സിന് ട്രാവൽ ചെയ്യാൻ പറ്റും എന്നാണ് ചോദ്യം. അപ്പോൾ നിങ്ങൾക്ക് തന്നിട്ടുള്ള കാര്യങ്ങളൊക്കെ നോട്ട് ചെയ്യുക. തന്നിട്ടുള്ളത് എന്താ? ഒരു ഫ്ലൈറ്റിൽ പാസഞ്ചേഴ്സിൻ്റെ എണ്ണം തന്നിട്ടുണ്ട്. എത്രയാ? 210. 210 പാസഞ്ചേഴ്സ് ക്യാൻ ട്രാവൽ ഇൻ ആൻ എയർക്രാഫ്റ്റ് എന്നാണ് പറഞ്ഞത്. ഒരു വിമാനത്തിലാണ് 210, അതായത് 210 ആൾക്കാർക്ക് എന്ത് ചെയ്യാൻ പറ്റും? ട്രാവൽ ചെയ്യാൻ പറ്റുന്നത്. ഇവിടെ നോക്കുക, ദ നമ്പർ ഓഫ് എ ഫ്ലൈറ്റ് ഇൻ 7 ഡേയ്സ്. 4 ദിവസത്തിനായി എത്ര ഫ്ലൈറ്റ് ഉണ്ട്? 4. 7 ദിവസം ഇൻറ്റു 4 ഫ്ലൈറ്റ് ഉണ്ട്. 7 ദിവസത്തിനായി 4 ഫ്ലൈറ്റ്. അപ്പോൾ എത്രയായി? 28 ഫ്ലൈറ്റ് ഉണ്ട് ടോട്ടൽ. ഒരു ദിവസത്തിൽ 4 എണ്ണം വെച്ച് 7 ദിവസത്തിന് എത്ര ഫ്ലൈറ്റ് ഉണ്ട് ആണ്. അപ്പോൾ നമ്പർ ഓഫ് എ ഫ്ലൈറ്റ് ഇൻ 7 ഡേയ്സ് ഇസ് 7 × 4. 7 × 4 28. ഇനി 28 ഫ്ലൈറ്റിൽ എത്ര ആൾക്കാർക്ക് ട്രാവൽ ചെയ്യാൻ പറ്റും എന്നാണ് ചോദ്യം. അപ്പോൾ 28 ഫ്ലൈറ്റിൽ എത്ര ആൾക്കാർക്ക് ട്രാവൽ ചെയ്യാൻ പറ്റും? നമുക്കറിയാം, ഒരു ഫ്ലൈറ്റിൽ 210, 210. അങ്ങനെയാണെങ്കിൽ 28 ഫ്ലൈറ്റിൽ എങ്ങനെ കണ്ടുപിടിക്കുക? 28 × 210, 210 × 28. 28 ഫ്ലൈറ്റിൽ പാസഞ്ചേഴ്സിൻ്റെ എണ്ണം 28 × 210. മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ആൻസർ കിട്ടും 5880. അങ്ങനെയാണെങ്കിൽ 7 ദിവസത്തിന് എത്ര ആൾക്കാർക്ക് ട്രാവൽ ചെയ്യാൻ പറ്റും? 5880 പാസഞ്ചേഴ്സിന് ഫ്ലൈറ്റിൽ ട്രാവൽ ചെയ്യാൻ പറ്റും. ക്ലിയർ ആയിട്ടുണ്ടോ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, എ റൈസ് ഡീലർ വാണ്ട് ടു ഡിവൈഡ് 1330 kg ഓഫ് റൈസ് ഈക്വലി ഇൻ പാക്കറ്റ് ഓഫ് 7 kilo each. ഹൗ മെനി പാക്കറ്റ് വുഡ് ബി ഒബ്റ്റെയിൻഡ്? ഒരു അരി കച്ചവടക്കാർക്ക് 1330 കിലോ അരി എന്തായിട്ട് 7 കിലോ ഓരോ പാക്കറ്റിലാക്കി നമുക്ക് ഡിവൈഡ് ചെയ്യണം. ഒരേപോലെ 7, അതായത് 1330 കിലോ റൈസ് ടോട്ടൽ ഉണ്ട്. നമുക്ക് 7 കിലോ ആക്കി നമുക്ക് ഡിവൈഡ് ചെയ്യാൻ പറ്റും. അങ്ങനെയാണെങ്കിൽ എത്ര പാക്കറ്റ് ഉണ്ടാവും എന്നാണ് ചോദ്യം. അപ്പോൾ തന്നിട്ടുള്ള കാര്യങ്ങൾ എന്താ? നമുക്കറിയാം എത്ര കിലോ അരിയുണ്ട് ടോട്ടൽ. എത്ര കിലോ അരിയാണ് നമുക്ക് ഡിവൈഡ് ചെയ്യേണ്ടത്? 1330. സോ റൈറ്റ് ഡൗൺ ദ ക്വാണ്ടിറ്റി ഓഫ് എ റൈസ് ടു ബി ഡിവൈഡഡ് ഇസ് ഈക്വൽ ടു 1330 kg. ഒരു പാക്കറ്റിൽ എത്ര എമൗണ്ട് അരി വേണം? 7 കിലോ. സോ 7 kg. നമ്മളോട് എന്താ കണ്ടുപിടിക്കാൻ പറഞ്ഞത്? എത്ര പാക്കറ്റ് ഉണ്ട് എന്ന് എങ്ങനെ കണ്ടുപിടിക്കുക? ടോട്ടൽ റൈസ് ഡിവൈഡഡ് ബൈ റൈസ് ഇൻ 1 പാക്കറ്റ്. സോ 1330 ഡിവൈഡഡ് ബൈ 7. ടോട്ടൽ 1330 കിലോ അരിയുണ്ട്. ഒരു പാക്കറ്റിൽ 7 കിലോ അരി ഉണ്ടാവാൻ പാടുള്ളൂ. ചോദ്യം എത്ര പാക്കറ്റ് ഉണ്ട്? സോ ഡിവൈഡ് 1330നെ 7 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. 7 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ ആൻസർ എന്ത് കിട്ടും? 190 പാക്കറ്റ്സ്. അപ്പോൾ 190 പാക്കറ്റ് ഉണ്ടാവും ടോട്ടൽ. ഓരോ പാക്കറ്റിലും എത്രയായിരിക്കും? 7 കിലോ ആയിരിക്കും. ക്ലിയർ? തേർഡ് ക്വസ്റ്റ്യൻ, 1376 students had to commute in 32-seater buses for a Republic Day parade. How many buses would be required? How many buses would be required? Question എന്താ? മൊത്തം 1376 സ്റ്റുഡൻസ് ഉണ്ട്. അവരെല്ലാവരെയും കൂടിയും എത്ര ബസ്സിലാക്കി, എത്ര സീറ്റിൽ ബസ്സാക്കി നമുക്ക് കയറ്റണം ഒരു റിപ്പബ്ലിക് ഡേ പരേഡിൽ?
32 സീറ്റർ ബസ് ഉള്ളതിൽ നമുക്ക് എല്ലാവരെയും കൊള്ളിക്കണം. 32 സീറ്റുള്ള ഒരു ബസ്സിൽ നമുക്ക് 1376 ആൾക്കാരെ ഒരു ബസ്സിൽ കൊള്ളിക്കണം. അങ്ങനെയാണെങ്കിൽ നമുക്ക് എത്ര ബസ്സസ് വേണമെന്നാണ് ചോദ്യം. 32 സീറ്റുള്ള ബസ്സുണ്ട്, മൊത്തം 1376 കുട്ടികളും ഉണ്ട്. അവരെല്ലാവർക്കും നമുക്ക് ഇരുത്തണം, സീറ്റിൽ ഇരുത്തിയിട്ട് വേണം പോകാൻ. അങ്ങനെയാണെങ്കിൽ നമുക്ക് എത്ര ബസ്സസ് വേണ്ടി വരും എന്നാണ് ചോദ്യം. അപ്പോൾ നമുക്കറിയാം എത്ര സ്റ്റുഡൻസ് ഉണ്ട്, 1376. ഒരു ബസ്സിൽ എത്ര കുട്ടികളെ കൊള്ളാൻ പറ്റുള്ളൂ, 32. കാരണം എല്ലാവരും ഇരിക്കണമെങ്കിൽ 32 സീറ്റുള്ളൂ അല്ലേ. അങ്ങനെയാണെങ്കിൽ ഒരു ബസ്സിൽ എത്ര സ്റ്റുഡൻസിന് ഇരിക്കാൻ പറ്റുള്ളൂ, 32. അങ്ങനെയാണെങ്കിൽ എത്ര ബസ് വേണം എന്നാണ് ചോദ്യം. അപ്പോൾ എങ്ങനെ കണ്ടുപിടിക്കുക, ടോട്ടൽ നമ്പർ ഓഫ് സ്റ്റുഡൻസ് ഡിവൈഡഡ് ബൈ സ്റ്റുഡൻറ്റ് ഇൻ വൺ ബസ് അല്ലേ. ടോട്ടൽ 1376 കുട്ടികളുണ്ട്, അതിൽ ഒരു ബസ്സിൽ എത്ര കുട്ടികളെ കൊള്ളാൻ പറ്റുള്ളൂ, 32. സോ ഡിവൈഡ് 1376 ഡിവൈഡഡ് ബൈ 32. 1376നെ 32 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. 32 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ ആൻസർ 43 എന്ന് കിട്ടും. അപ്പോൾ മൊത്തം 43 ബസ് വേണം എന്ത് ചെയ്യാൻ, 1376 കുട്ടികളെ ഒരു റിപ്പബ്ലിക് ഡേ പരേഡിന് കൊണ്ടുപോകാൻ. ക്ലിയർ? 3 ക്വസ്റ്റ്യൻ ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോകാം. എ ഗാർമെൻറ്റ് ഫാക്ടറി പാക്കറ്റ് 38 ഷർട്ട് ഇൻ 1 box. If 425 such boxes were sent to the outlet in a week, find the total number of a shirt that were sent. ഒരു ഗാർമെൻറ്റ് ഫാക്ടറി എന്നാണ്. ഗാർമെൻറ്റ് ഫാക്ടറി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വസ്ത്രം, അതായത് ഡ്രസ്സിൻ്റെ ഒക്കെ ഒരു ഫാക്ടറി. ദാറ്റ് പാക്കഡ് 28 ഷർട്ട് ഇൻ 1 box. ഒരു ബോക്സിൽ 28 ഷർട്ട് വെച്ചിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, പാക്ക് ചെയ്തിട്ടുണ്ട്. ഈ 425 സച്ച് ബോക്സസ് were sent to an outlet in a week. അതായത് ഒരു ഷോപ്പിലോട്ട് ഒരാഴ്ചയിൽ നമുക്ക് സെൻഡ് ചെയ്യണം. അപ്പോൾ ഒരു ആഴ്ചയിൽ നമുക്ക് എത്ര സെൻഡ് ചെയ്യണം, 425 ബോക്സസ് നമുക്ക് സെൻഡ് ചെയ്യണം. അങ്ങനെയാണെങ്കിൽ എത്ര ഷർട്ടാണ് നമ്മൾ ഒരാഴ്ചയിൽ സെൻഡ് ചെയ്യുന്നത് എന്നാണ് ചോദ്യം. ഒരു ബോക്സിൽ ടോട്ടൽ എത്ര ഷർട്ട് ഉണ്ടാവും, 28. ടോട്ടൽ എത്ര ബോക്സ് ഉണ്ട്, 425, 425. അങ്ങനെയാണെങ്കിൽ ടോട്ടൽ നമ്പർ ഓഫ് എ ഷർട്ട് ദാറ്റ് വാസ് സെൻഡ് ഇസ് ഈക്വൽ ടു, എങ്ങനെ കണ്ടുപിടിക്കാം, ഒരു ബോക്സിൽ 28. സോ 28 ഇൻറ്റു എത്ര ബോക്സ് ഉണ്ട്, 425 ബോക്സസ് ഉണ്ട്. സോ 28 ഇൻറ്റു 425. 28 ഇൻറ്റു 425 മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 11,900 ഷർട്ട് കിട്ടും. 11,900 ഷർട്ട്. നിങ്ങൾ മൾട്ടിപ്ലൈ ചെയ്യാനും ഡിവൈഡ് ചെയ്യാനും പഠിച്ചിട്ടുണ്ടെന്ന് വിശ്വസിച്ചാണ് ഞാനത് സൈഡിൽ ചെയ്യാത്തത്. നിങ്ങൾ ബുക്കിലോട്ട് എഴുതുമ്പോൾ എന്ത് ചെയ്യണം, സൈഡിൽ ആൻസർ ചെയ്ത് കണ്ടുപിടിക്കണം കേട്ടോ. ആൻസർ നിങ്ങൾക്ക് കിട്ടേണ്ടത് 11,900 ഷർട്ട് എന്നാണ്. സൈഡിലെ ആൻസറിൽ എനിക്ക് കാണിച്ചു തരണം. 5th question. Sunita earned 350 per day. Find the amount she would earn in 65 days. സുനിത ഒരു ദിവസത്തിന് 350 രൂപ ഏൺ ചെയ്യുന്നുണ്ട്. ഒരു ദിവസത്തിന് 350 രൂപ വെച്ചിട്ട് ഏൺ ചെയ്യുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ സുനിത 65 ദിവസത്തിന് എത്ര എമൗണ്ട് ഏൺ ചെയ്യും എന്നാണ് ചോദ്യം. അപ്പോൾ എങ്ങനെ കണ്ടുപിടിക്കുക, നിങ്ങൾക്കറിയാം ഒരു ദിവസത്തിന് 35 രൂപയാണ്. അങ്ങനെയാണെങ്കിൽ 350 രൂപയാണ്. 350 രൂപയാണ് ഒരു ദിവസത്തിന്. അങ്ങനെയാണെങ്കിൽ 65 ദിവസത്തിന് എത്ര എമൗണ്ടാണ് ഏൺ ചെയ്യുക, 65 ഇൻറ്റു 350 ചെയ്താൽ പോരെ. സോ ദി എമൗണ്ട് ഷി വുഡ് ഏൺ ഇൻ 65 ഡേയ്സ്. 65 ദിവസത്തിനും അവൾ ഏൺ ചെയ്യുന്ന എമൗണ്ട് എന്ന് പറഞ്ഞാൽ എത്രയായിരിക്കും, 350 ഇൻറ്റു 65. മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ആൻസർ കിട്ടും 22,750 റുപ്പീസ്. 65 ദിവസത്തിന് അവൾക്ക് കിട്ടുന്നത് എത്ര എമൗണ്ടാണ്, 22,750 rupees. Cleared? Next question. The total amount for the costume for an school annual day for 15 students of class 4A was 6,375 rupees. How much did each one have to pay? അപ്പോൾ ഒരു ക്വസ്റ്റ്യൻ കിട്ടിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്താ, ക്വസ്റ്റ്യൻ നല്ലോണം ക്ലിയർ ആയിട്ട് വായിക്കണം. ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, ഒരു ആനുവൽ ഡേ സെലിബ്രേഷൻ നിങ്ങൾ സ്കൂളിൽ ആനുവൽ ഡേ സെലിബ്രേഷൻ കണ്ടക്ട് ചെയ്യാമെന്ന് വിചാരിക്കുക. അതിൽ മൊത്തം ഒരു ക്ലാസ്സിൽ 15 സ്റ്റുഡൻസ് ഉണ്ട്, 15 കുട്ടികളുണ്ട്. ഓരോ കുട്ടികളും എത്ര രൂപ കൊടുത്തു എന്നാണ് ചോദ്യം.
അപ്പോൾ കോസ്റ്റ്യൂമിന് വേണ്ടിയിട്ട് ഓരോ ആനുവൽ ഡേ സെലിബ്രേഷനിൽ എന്തെങ്കിലും പരിപാടി ഉണ്ടാവുമല്ലോ. അപ്പോൾ പരിപാടിക്ക് ആ ഡ്രസ്സിന് വേണ്ടിയിട്ട് ടോട്ടൽ എമൗണ്ട് 15 കുട്ടികളെ നിന്നും കിട്ടിയ എമൗണ്ട് ആണെന്ത് 6375 റുപ്പീസ്. 6375 രൂപ 15 കുട്ടികളുമായിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, കിട്ടിയിട്ടുണ്ട്. 15 കുട്ടികളിൽ നിന്നും ഡ്രസ്സിനായിട്ട് 6375 രൂപ കിട്ടിയിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഓരോരുത്തരും എത്ര എമൗണ്ട് കൊടുത്തു എന്നാണ് ചോദ്യം. കാരണം കോസ്റ്റ്യൂം ആകുമ്പോൾ എല്ലാവരും ഈക്വൽ എമൗണ്ട് ആയിരിക്കും അല്ലേ, എല്ലാവർക്കും ഈക്വൽ എമൗണ്ട് ആണ് കൊടുക്കുക. അങ്ങനെയാണെങ്കിൽ ഓരോ കുട്ടിയും എത്ര എമൗണ്ടാണ് കൊടുത്തിട്ടുള്ളത്? എല്ലാവർക്കും ഒരേ എമൗണ്ട് ആയിരിക്കും. ഓരോ കുട്ടിയും എത്ര എമൗണ്ട് കൊടുത്തിട്ടുണ്ടാവും. അപ്പോൾ എങ്ങനെ കണ്ടുപിടിക്കാം? നിങ്ങൾക്ക് ടോട്ടൽ എമൗണ്ട് കിട്ടിയിട്ടുണ്ട്. ടോട്ടൽ എത്ര സ്റ്റുഡൻസ് ഉണ്ട്? 15 കുട്ടികളുണ്ട്. അങ്ങനെയാണെങ്കിൽ ഓരോ കുട്ടീൻ്റെയും എങ്ങനെയാണ് കണ്ടുപിടിക്കുക? ഡിവൈഡ് ചെയ്താൽ മതി. 6375 ഡിവൈഡഡ് ബൈ 15 ചെയ്താൽ മതി. നോക്കുക, ദി ടോട്ടൽ എമൗണ്ട് ഫോർ ദ കോസ്റ്റ്യൂം. കോസ്റ്റ്യൂമിന് വേണ്ടിയിട്ട് എത്ര എമൗണ്ട് കിട്ടിയിട്ടുണ്ട്? 6375. നമ്പർ ഓഫ് സ്റ്റുഡൻസ് എത്ര കുട്ടികളുണ്ട്? 15 കുട്ടികൾ. ദസ് ദി എമൗണ്ട് ഈച്ച് ഹാവ് ടു പേ. അങ്ങനെയാണെങ്കിൽ ഓരോ കുട്ടികളും കൊടുക്കേണ്ട എമൗണ്ട് എന്ന് പറഞ്ഞത് എത്രയായിരിക്കും? 6375 ഡിവൈഡഡ് ബൈ 15. 6375നെ 15 കൊണ്ട് ഹരിക്കുക. 15 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ആൻസർ കിട്ടും 425 റുപ്പീസ്. അപ്പോൾ ഓരോ കുട്ടികളും എത്ര എമൗണ്ട് കൊടുക്കണം? 425 റുപ്പീസ് ഫോർ ദ കോസ്റ്റ്യൂം ഫോർ സ്കൂൾ ആനുവൽ ഡേ സെലിബ്രേഷൻ. 7th question. Rima wanted to check if she would be able to divide 735 stamps equally among 9 classes without actual division. Find out if it is possible. റിമ എന്ത് ചെയ്തിട്ടുണ്ട്? ഈ റിമൻ്റെ കയ്യിൽ കുറച്ച് സ്റ്റാമ്പ് ഉണ്ട്. ടോട്ടൽ എമൗണ്ട് ഓഫ് സ്റ്റാമ്പ് എന്ന് പറഞ്ഞത് 735. മൊത്തം 735 സ്റ്റാമ്പ് ഉണ്ട്. അത് 9 കുട്ടികൾക്ക് 9 ക്ലാസ്സിലായിട്ട് ഈക്വൽ ആക്കി ഡിവൈഡ് ചെയ്യണം. 9 ക്ലാസ്സിൽ ഈക്വൽ, ഓരോ ക്ലാസ്സിലും ഇത്ര എല്ലാ ക്ലാസ്സിലും ഒരേപോലെ നമുക്ക് ഡിവൈഡ് ചെയ്യാൻ പറ്റണം. അങ്ങനെയാണെങ്കിൽ എത്രയായിരിക്കും ഡിവൈഡ് ചെയ്ത് കിട്ടിയിട്ടുണ്ടാവുക? വിത്തൗട്ട് ആക്ച്വൽ ഡിവിഷൻ ഫൈൻഡ് ഔട്ട് ഇറ്റ് ഈസ് പോസിബിൾ. നിങ്ങൾ ഡിവൈഡ് ചെയ്യാതെ പോസിബിൾ ആയിട്ടുള്ള കാര്യമാണോ അല്ലയോ എന്ന് ചെക്ക് ചെയ്യുക. അപ്പം നിങ്ങൾ നോക്കിയാൽ മതി. എന്താ നോക്കണ്ടേ? മൊത്തം എത്ര സ്റ്റാമ്പ് ഉണ്ട്? 735. 735 സ്റ്റാമ്പ് ഉണ്ട്. നമുക്ക് എത്ര ക്ലാസ് ആക്കി ഡിവൈഡ് ചെയ്യണം? 9 ക്ലാസ് ആക്കി ഡിവൈഡ് ചെയ്യണം. അങ്ങനെയാണെങ്കിൽ ഓരോ ക്ലാസ്സിന് എത്ര എമൗണ്ട് കിട്ടും നോക്കിയാൽ മതി. ജസ്റ്റ് എന്ത് ചെയ്താൽ മതി? 735നെ 9 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ നോക്കുക. 735നെ 9 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ പോയിന്റ് ഒക്കെ വരും. അപ്പോൾ നിങ്ങൾക്ക് ഒരിക്കലും ക്ലിയർ ആയിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല, ഈക്വൽ ആക്കി ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ എന്തില്ല? പോസിബിൾ അല്ല. ഇവിടെ നിങ്ങളോട് പോസിബിൾ ആണോ എന്നേ ചോദിച്ചിട്ടുള്ളൂ. അപ്പോൾ പോസിബിൾ അല്ല, നോട്ട് പോസിബിൾ. എന്തുകൊണ്ടാണ് പോസിബിൾ അല്ലാത്ത? 735നെ 9 കൊണ്ട് ക്ലിയർ ആയിട്ട് നമുക്ക് ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല. ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് വരും? പോയിന്റ് ഒക്കെ വരും. അപ്പോൾ പോയിന്റ് വരാതെ നമുക്ക് ഡിവൈഡ് ചെയ്യാൻ പോസിബിൾ അല്ല. അപ്പോൾ ഈ 7 ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. ഹിയർ ഇസ് യുവർ ഹോംവർക്ക് ക്വസ്റ്റ്യൻ. ക്വസ്റ്റ്യൻ ഇസ് 24 pieces of soap can be packed in one cartoon. How many cartoons would be needed to pack 3024 pieces? ക്വസ്റ്റ്യൻ നല്ലോണം വായിക്കുക. എൻ്റെ അർത്ഥം പറഞ്ഞു തരുന്നില്ല. ക്വസ്റ്റ്യൻ നല്ലോണം വായിച്ചിട്ട് നിങ്ങളത് ആൻസർ ചെയ്യുക. ക്ലിയർ? 7 ക്വസ്റ്റ്യൻ്റെ അർത്ഥം ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഇത് അർത്ഥം പറയാതെ നിങ്ങളൊന്ന് ചെയ്ത് നോക്കുക. ചെയ്യാൻ കിട്ടിയില്ലെങ്കിൽ ചോദിക്കുക. താങ്ക് യു.